ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സ്വീറ്റ് ആയിട്ടുള്ള ഡെസേർട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഷാഹി തുക്കിട എന്ന് പറയുന്ന ഡെസേർട്ടാണ്. അപ്പോൾ അത് അറിയുന്നവരുണ്ടാവും. അപ്പോൾ അറിയുന്നവർക്ക് അറിയാം എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. ബ്രെഡ് വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ട് കൂടിയാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഈ പെരുന്നാളിനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനവിടെ ഒരു 1.5 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 1.5 കപ്പ് പാലിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് മാറ്റി വെക്കുക. 1.5 കപ്പ് പാൽ എന്ന് പറയുമ്പോൾ 250 മില്ലിയുടെ കപ്പിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് കുങ്കുമപ്പൂവ് എടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നില്ല, ഇത് ഓപ്ഷണലാണ്. ഇത് എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആവില്ല. അപ്പോൾ ഇതുള്ളവരെടുക്കുക. നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇതുള്ളവരെടുത്താൽ മതി. അതും കുറച്ച് പാലൊഴിച്ചിട്ട് അവിടെ സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോഴേക്ക് അതവിടെ ഒരു യെല്ലോയിഷ് കളറായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം മുഴുവനായിട്ട് കണ്ടൻസ് മിൽക്കാണ് വേണമെന്നുള്ളവർക്ക് അത് മുഴുവനായിട്ട് അത് കൊടുക്കുക. പഞ്ചസാര ചേർക്കാതെ കണ്ടൻസ് മിൽക്ക് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നല്ലൊരു ഫ്ലേവറാണല്ലോ, കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 3 ഏലക്ക ചതച്ചതാണ്, അതിൻ്റെ സീഡ്സ് മാത്രം എടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഉണ്ടെങ്കിൽ, ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സിൽ അതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ കുങ്കുമപ്പൂവിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാലുണ്ടല്ലോ, ആ കുങ്കുമപ്പൂവ് അടക്കം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയായിരിക്കും അതടക്കം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. സൈഡിലുള്ളതൊക്കെ അതിലേക്ക് വടിച്ചിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ മധുരം നോക്കിയിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണും പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ കുറുകി വരുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ട് ഇനി തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ പഞ്ചസാര ഈ വെള്ളത്തിലൊന്ന് മെൽറ്റായിട്ടും തിളച്ച് 2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 2 കുക്കി കട്ടറാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലും ഒന്ന് അതുപോലെ തന്നെ സ്റ്റാർ ഷേപ്പിലുള്ള 2 കുക്കി കട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബ്രെഡ് വേസ്റ്റ് ആവും. അത് കുഴപ്പമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് അധികം വേസ്റ്റ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രെഡിൻ്റെ 4 വശവും കളഞ്ഞതിന് ശേഷം 4 സ്ക്വയർ പീസ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തെടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി ഒരു പാനിലേക്ക് ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നെയ്യാണ് ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നെയ്യ് ഇല്ലാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രെഡ് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ നെയ്യ് അധികം യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് പീസൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് ബ്രൗൺ കളർ ആക്കി എടുത്താൽ മതി. ഒന്ന് ക്രിസ്പി ആയി വരികയും വേണം. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ക്രിസ്പി ആക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണമെന്നുള്ളവർക്ക് നെയ്യ് നല്ലവണ്ണം ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഈ ഒരു നെയ്യിൻ്റെ ടേസ്റ്റാണ് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ വരിക. ഓയിലാറൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക നെയ്യായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് കളർ മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക.
പിന്നെ നമുക്ക് ഇപ്പോൾ നെയ്യ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ച നെയ്യ് കുറച്ച് കുറവാന്ന് തോന്നുമ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡീപ് ഫ്രൈ ചെയ്ത ബ്രെഡല്ലേ, നന്നായിട്ട് നെയ്യൊക്കെ കുടിച്ചിട്ട് എണ്ണ കുടിക്കുന്ന സംഭവമാണല്ലോ ബ്രെഡ്. അപ്പോൾ നന്നായിട്ട് ബ്രെഡിൽ നെയ്യ് കുടിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഓരോ പീസ് ഈ ഒരു നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പില്ലേ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എടുക്കുക കേട്ടോ. ഡിപ്പ് ചെയ്ത ഉടനെ തന്നെ അതിൽ നിന്ന് എടുക്കുക, എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറേ ടൈം വെക്കണ്ട, അത് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പം ഞാനെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ പിസ്ത, ബദാമോ ഒക്കെ ക്രഷ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാമാണ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഷാഹി തുക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണിത്. പിന്നെ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചൂടോട് കൂടെ ആ ബ്രെഡിൻ്റെ ക്രിസ്പിനെസ്സോട് കൂടെ കഴിക്കാവും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു മിൽക്കിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അങ്ങനെയാണ് ഇത് കഴിക്കുന്ന ഒരു സംഭവം. എങ്ങനെ ഇതുപോലെ അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഇത് നോമ്പ് തുറന്ന ശേഷം കേട്ടോ കഴിക്കുന്നത്, ആരും തെറ്റിദ്ധരിക്കരുതേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കഴിക്കുക. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഡിങ് പോലെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്